ഈ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് നോക്കാം. സെലക്ട് ദ സ്യൂട്ടബിൾ ആൻസേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 13 സ്ക്വയർ ഈസ് ഈക്വൽ 10 സ്ക്വയർ പ്ലസ് ഡാഷ് പ്ലസ് 3 സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ, ഒരു 13ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ 10 + 3 എന്ന് കൊടുക്കും അല്ലേ. എന്നിട്ടോ ഈ 10 + 3യിൽ ആദ്യം നമ്മൾ ഈ 10ൻ്റെ സ്ക്വയർ കാണുന്നു, 10 സ്ക്വയർ. പിന്നീട് നമ്മൾ 3യുടെ സ്ക്വയറും കാണുന്നതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നുകിൽ രണ്ടാമതായിട്ട് എഴുതാം, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പും കൂടെ, അതായത് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത് കൊണ്ട് കഴിഞ്ഞിട്ടും എഴുതാം. ഓക്കെ, അപ്പോൾ 10 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ്, പിന്നെ നമ്മളിത് തമ്മിൽ ഗുണിക്കുക ചെയ്യുന്നത് അല്ലേ, 10 × 3 × 2 എന്ന് ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനിൽ നോക്കിയാൽ 10 × 3 × 2 എന്ന് എ ഓപ്ഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. സോ അതാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി read the given statements. Statement 1, if the length of the sides of two triangles are the same, then their angles are also the same. അപ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് വരച്ച് നോക്കാം. ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ടു ട്രയാങ്കിൾസ്, രണ്ട് ട്രയാങ്കിൾസ്, അതിൻ്റെ ലെങ്ത്തുകൾ, സൈഡ്സിൻ്റെ ലെങ്ത്തുകൾ മൂന്നും കറക്റ്റാണ്. ദെൻ ദെയർ ആംഗിൾസ് ആർ ഓൾസോ സെയിം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആണെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ same as the angles of another triangle, the length of their sides are also the same. If the angles of triangle are same, ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് സെയിം ആണെങ്കിൽ the length of their sides are also same. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സും ഈക്വൽ ആയിരിക്കും എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറയുന്നത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ചൂസ് എ കറക്റ്റ് ആൻസർ ഫ്രം ദി ഗിവൺ ബിലോ എന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റിൽ പറയുന്നത് നമ്മുടെ SSS എന്ന് പറയുന്നതാണ് അല്ലേ. രണ്ടാമത്തേതാണെങ്കിലോ എ അല്ലേ, 3 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് ഈക്വൽ ആണെന്ന്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ശരിക്കും നമുക്കില്ല എന്ന് നമ്മൾക്കറിയാം അല്ലേ. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഉള്ളതല്ല. ഓക്കെ, ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് വായിച്ച് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. നമുക്ക് കറക്റ്റാണത്, പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പാടില്ല കേട്ടോ. ബാക്കിയുള്ളതും കൂടെ എന്താണെന്ന് നോക്കിയിട്ട് മാത്രം. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഫോൾസ് അല്ല, അപ്പോൾ അത് തെറ്റാണ്. But both the statements are true. Statement 2 is the reason of statement 1. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസൺ ആണ് എന്നതാണ് പറയുന്നത്. പിന്നെ ഡിയിൽ പറയുന്നത് both the statements are true. Statement 2 is not the reason of statement 1 എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് നമുക്ക് നോക്കണം. നമ്മളത് തുടക്കത്തിലേ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ് ആണ് എന്നുള്ളതാണ് ഇവിടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങളത് ആദ്യത്തേതേ ശരിയാണെന്ന് തോന്നിയാലും എല്ലാം ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ബാക്കിയുള്ളത് എങ്ങനെയാണ് പറയുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, അതുകൊണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 123ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12.3ൻ്റെ സ്ക്വയർ എന്തായിരിക്കും എന്നാണ്. അപ്പോൾ നിങ്ങളിവിടെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 123ൻ്റെ വർഗ്ഗം, 123 അല്ലേ, ഓക്കെ സോറി കേട്ടോ, ഓക്കെ 123ൻ്റെ വർഗ്ഗമാണ് എന്ത് തന്നിട്ടുള്ളത്, 15,129 തന്നിട്ടുണ്ട്. ഇനി 12.3 × 12.3 ആണ് 12.3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിത് തമ്മിൽ ഗുണിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാറുള്ളത്, ഗുണിക്കുന്ന സമയത്ത് ആ ഒരു ആൻസർ അതേപോലെ അങ്ങ് എഴുതും അല്ലേ. 15,129 എന്ന് നമ്മൾ കൊടുക്കും. ഇനി ഇവിടെ രണ്ടിലും പോയിൻറ്റിന് ശേഷം എത്ര നമ്പേഴ്സ് വരുന്നുണ്ട് നമ്മൾ നോക്കും. ഇവിടെ ഒരു സംഖ്യ വരുന്നുണ്ട്, ഇവിടെയും ഒരു സംഖ്യ വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് പറയാം, 151.29 എന്നാണ് നമ്മുടെ ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. യെസ്, ഡി എന്ന ഓപ്ഷൻ ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ നമുക്കിവിടെ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, 151.29 എന്ന്. ഓക്കെ ആണല്ലോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ റെഗുലർ പോളിഗൺസ്. റെഗുലർ പോളിഗൺ എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ്?
ആ ഒരു റെഗുലർ പോളിഗൺ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ സൈഡുകളും ആംഗിളുകളും എല്ലാം ഈക്വൽ ആയിരിക്കും അല്ലേ. അതിൻ്റെ ഇപ്പോൾ 4 സൈഡുള്ള പോളിഗൺ ആണെങ്കിൽ 4 സൈഡും ഈക്വൽ ആയിരിക്കും, അതേപോലെ തന്നെ അതിൻ്റെ ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ നോക്കിയാലും 60 ഡിഗ്രി ഇതെന്താണ് ഈ 60 ഡിഗ്രി എല്ലാം വരിക എന്ന് പറഞ്ഞാൽ ഇതെന്തായി, ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളായി. അതുകൊണ്ട് തന്നെ അത് എന്താണ്, ഒരു പോളിഗണാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇത് 6 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററുമാണ് ഇതിൻ്റെ സൈഡ്സ് വരുന്നത്. അപ്പോൾ തന്നെ സൈഡ്സ് തന്നെ കറക്റ്റ് അല്ല അല്ലേ. പിന്നെയോ ഇനി അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ 4 സൈഡുകളും ഈക്വലാണ്, പക്ഷേ ഇതിൻ്റെ ആംഗിളുകൾ ഒരിക്കലും ഈക്വൽ ആവില്ല. ഇത് റോംബസ് ആണ് കേട്ടോ. അപ്പോൾ അത് എന്നല്ല റെഗുലർ പോളിഗണായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇനി അടുത്തതാണെങ്കിലോ, ഇത് ഒരു സമചതുരം അഥവാ ഒരു എന്താണ് സ്ക്വയർ ആണ്. ഇതിൻ്റെ 4 വശങ്ങളും തുല്യമാണ്, അതേപോലെ തന്നെ 4 ആംഗിളുകളും 90 ഡിഗ്രിയാണ് വരുന്നത്. സോ നമുക്ക് ഈ 2 ഷേപ്സാണ് ഇവിടെ പോളിഗണായിട്ട് പറയുന്നത്. അതെ, നമുക്കിവിടെ താഴെ ഓപ്ഷൻസ് ഉണ്ടല്ലേ. യെസ്, അപ്പോൾ 1ഉം 4ഉം എന്ന ഓപ്ഷൻ ഉണ്ടോ? യെസ്, 1ഉം 4ഉം എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.